സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ലഹരി മരുന്നുപയോഗവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്രമണങ്ങളും ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് സാധ്യത. പാലക്കാട് ബ്രൂവറി വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉണ്ടാകും. സംസ്ഥാന ബജറ്റിൽ മേലുള്ള പൊതുചർച്ച ഇന്ന് തുടരും. സ്വകാര്യ സർവകലാശാലകളുടെ കരട് ബിൽ മന്ത്രിസഭ പാസാക്കിയതിന് പിന്നാലെ നിയമസഭയുടെ പരിഗണനയിലേക്ക് അതെന്ന് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഇന്നത്തെ കാര്യോപദേശക സമിതിയിൽ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വിവിധ വിഷയങ്ങളാണ് ഇന്ന് സഭയിൽ ചർച്ച ചെയ്യുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, സംസ്ഥാനത്ത് വ്യാപകമായിട്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം അത് കൂടുന്നു എന്ന രീതിക്കുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഇടങ്ങളിലായിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഒരു സ്വാധീനമുണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സഭയിൽ ഇന്നിപ്പോൾ വ്യാപകമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗവും അതേ തുടർന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളും പ്രതിപക്ഷം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PC വിഷ്ണുനാഥ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം, ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നതിനുള്ള സാധ്യതയും ഏറെയാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗം സംസ്ഥാനത്ത് വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ സമയത്തും അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെതിരെ ഒരു നിയന്ത്രണം കൊണ്ടുവരികയും കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിനു വേണ്ടി നടപ്പാക്കുകയും ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നിപ്പോൾ PC വിഷ്ണുനാഥ് MLA നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ബ്രൂവറി വിഷയം ഇന്നും ചോദ്യോത്തരവേളയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ ചേരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ബ്രൂവറി വിഷയം അത് വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇന്നും ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ പാലക്കാട് ബ്രൂവറിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്യജീവി ആക്രമണങ്ങളും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ കേട്ടുണരുന്ന വാർത്ത അത് ഏതെങ്കിലുമൊക്കെയുള്ള പ്രദേശത്ത് വന്യജീവികൾ ഇറങ്ങുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ്. നിരവധി ജീവനുകൾ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും കർശനമായിട്ട് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമണം നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള പോംവഴികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും നിർദ്ദേശിച്ചിട്ടില്ല. അതും വിഷയം ചോദ്യോത്തര വേളയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നിരവധി വിഷയങ്ങളും ഇന്നിപ്പോൾ ചോദ്യോത്തര വേളയിൽ സഭയിൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച അത് ഇന്നും നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പരാതികൾ പ്രതിപക്ഷം തന്നെ സംസ്ഥാന ബഡ്ജറ്റിനെതിരെ ഉയർത്തുന്നുണ്ട്. പൊതുചർച്ചയിൽ അത്തരത്തിലുള്ള പരാതികളും വിമർശനങ്ങളും ഉയരുന്നതിനുള്ള സാധ്യതയും ഏറെയാണ്. പല പ്രധാനപ്പെട്ട പദ്ധതികളും അല്ലെങ്കിൽ പല വകുപ്പുകൾക്കും വേണ്ടിയുള്ള ഒരു മാറ്റിവെക്കൽ അത് സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നിപ്പോൾ പൊതുചർച്ച തുടരുകയാണ്. മറ്റൊന്ന്, ഇന്നലെ ഇപ്പോൾ മന്ത്രിസഭയിൽ സ്വകാര്യ സർവകലാശാല കരട് പാസാക്കിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളുടെ കരട് ബില്ല് മന്ത്രിസഭ പാസാക്കിയതിന് പിന്നാലെ അത് നിയമസഭയിൽ കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് എന്നത്തേക്ക് നിയമസഭയിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ കാര്യോപദേശക സമിതിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യ, അതേസമയം തന്നെ ഈ പാലക്കാട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഈ ബ്രൂവറിക്കായി നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്ത ഭൂമി കൃഷിഭൂമിയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ RDO തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളായിരിക്കുമ്പോൾ പ്രധാനമായും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ സാധ്യത?
തീർച്ചയായിട്ടും ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ എതിർപ്പ് അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്, വിമർശനം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഘടകകക്ഷികൾ തന്നെ വിമർശനം ഉയർത്തി രംഗത്ത് വന്നതോടുകൂടി അത്തരത്തിലൊരു പ്രതിസന്ധി അത് CPM-ന് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ CPIM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ കൂടിയാണ് RDO തന്നെ ഇത്തരത്തിൽ അത് കൃഷിഭൂമിക്ക് അനുയോജ്യമായ ഭൂമിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അത് CPIയുടെ നിലപാടാണ്, അല്ലെങ്കിൽ CPI ബ്രൂവറിക്ക് ഒരു വിലങ്ങിട്ടു എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെ നിരാകരിക്കുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. RDO എന്നൊരു ഉദ്യോഗസ്ഥൻ അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് CPIയുടെ തീരുമാനമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നതാണ് CPIMന്റെ വാദമെന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ CPIക്ക് പുറമെ RJDയും JDSും ഒക്കെ ഇത്തരത്തിൽ എതിർപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നതാണ്. LDF യോഗത്തിൽ ഇത് വ്യക്തമായി ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സർക്കാർ ഈ അനുമതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒറ്റ നിലപാടിലാണ് ഘടകകക്ഷികൾ ഓരോന്നും ഇപ്പോഴും നിലകൊള്ളുന്നത്. ആ ഘട്ടത്തിൽ ഈ ബ്രൂവറിക്ക് RDO തന്നെ ഇത്തരത്തിലൊരു വിലങ്ങിടുന്ന സമീപനം സ്വീകരിച്ചതിൽ വലിയ ആശ്വാസം, അല്ലെങ്കിൽ അതിനെ ആയുധമാക്കി ഉന്നയിക്കാനുള്ള സാധ്യത പ്രതിപക്ഷത്തിന് ഇപ്പോൾ നിലവിലുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ചോദ്യോത്തരവേളയിലാണ് പാലക്കാട് ബ്രൂവറി വിഷയം ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. അതേസമയം തന്നെ ഈ സ്വകാര്യ സർവകലാശാലകളുടെ കരട് ബിൽ മന്ത്രിസഭ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറയുകയുണ്ടായി. ഈ ഒരു കരട് ബില്ലിൽ ഈ CPI എതിർപ്പുയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അപ്പോൾ ഇതും കൂടി പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്താനുള്ള ഒരു സാഹചര്യമുണ്ടല്ലേ? ഈ സ്വകാര്യ സർവകലാശാലകളുടെ കരട് ബിൽ ഈ മന്ത്രിസഭ പാസാക്കി അതിനിപ്പോൾ നിയമസഭയിൽ എന്നത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതിയിൽ തീരുമാനം എടുക്കുക മാത്രമാണ് ഉള്ളത്. തുടക്കം മുതൽ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും വിമർശനങ്ങളും ഒക്കെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതായത് VC-മാരെ ഉൾപ്പെടെ ചുമതലപ്പെടുത്താൻ സർവകലാശാലയ്ക്ക് മാത്രം അനുമതി നൽകിക്കൊണ്ട് കൂടിയുള്ള ഒരു ബില്ലാണ് ഈ പാസാക്കിയിട്ടുള്ളത്. ഇതിൽ LDF-നുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ, ഒരു വിഭാഗം വലിയ രീതിയിലുള്ള അതൃപ്തിയും ആശങ്കയും ഒക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുകയും അത്തരത്തിൽ നിരവധി പേർ കേരളത്തിന് പുറത്തേക്ക് ചേക്കേറി പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സർവകലാശാല ബില്ല് പാസ്സാക്കുന്നത്. അത് ഇനിയും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക്, അത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പരാതികളും വിമർശനങ്ങളും ഉയരുന്ന ഘട്ടം കൂടിയാണ്. പ്രതിപക്ഷം അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. എന്തായാലും അത് നിയമസഭയിൽ എന്നത്തേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിലായിരിക്കും കാര്യോപദേശക സമിതിയിൽ തീരുമാനമെടുക്കുക. അത് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിശക്തമായ പ്രതിഷേധം അത് പ്രതിപക്ഷം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.